സഖാവ് EMSും BSും സഖാവ് EK നയനാരുമൊക്കെ ഈ കേരളം ഭരിച്ചിരുന്നപ്പം ഹിന്ദുക്കളോടോ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോടോ ഇങ്ങനെയുള്ള യാതൊരുവിധ ക്രൂരമായ നടപടികളും ഉണ്ടായിട്ടില്ല. ശബരിമല വിഷയത്തിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു CPMകാരിയായിരുന്ന ഞാൻ കഴിഞ്ഞ ശബരിമല വിഷയത്തോടുകൂടി CPM ഇട്ട് BJPയിൽ വന്ന ഒരാളാണ് ഞാൻ. തകഴിയിൽ വരുന്ന പേര് മർക്കോസ് എന്നാണ്. ഇടതുപക്ഷ പ്രതിനിധിയുടെ ആ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ദൈവം എന്ന കെട്ടുകഥ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് എന്നെടുത്ത് കളയുന്നുവോ അങ്ങേ മനുഷ്യരാശി ഗുണം പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ലെനിനിസം വിശ്വസിക്കുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഒരമ്പലമോ ഒരു പള്ളിയോ നശിച്ചു പോയാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ അയ്യപ്പ സംഗമം നടത്തുന്ന 10 കാശിന് വേണ്ടി മാത്രമാണ്, അല്ല മറ്റൊരു കാരണം. ഞാനിത് പറയുന്നത് ഒരേ തത്വശാസ്ത്രം എനിക്കറിയാവുന്ന ഒരേ തത്വശാസ്ത്രം എനിക്കറിയാവുന്നതാണ്. ഞാൻ 30 വർഷം പാർട്ടി മെമ്പറായിട്ടിരുന്ന ആളാണ്. CPMൻ്റെ അതിന് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെറും സംസ്കാരശൂന്യനാണ്. കാരണം ഞാൻ ഈ പൊതുവേദിയിലാണ് പറയുന്നത്. തന്നെപ്പോലൊരു നിയമസഭാ സാമാജികനെ കൊല്ലത്തെ പ്രേമേന്ദ്രനെ വിളിച്ച ഭാഷ മൈക്കിലൂടെ പറയാൻ കൊള്ളുകയല്ല. ഒരു മുഖ്യമന്ത്രി പറഞ്ഞാണ് അല്ലേ? അതെ. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പം ഇതൊക്കെ പറയുന്ന താങ്കൾ അത് പാലിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആ നാമവിശേഷണം പ്രത്യേകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സർക്കുലർ വന്നിട്ടുണ്ട്. അത് കോടതിയിൽ പരിഗണനയിലാണ് ബഹുമാനപ്പെട്ട ചേർക്കണോ വേണ്ടോ. അപ്പം ഞാനിത് പറഞ്ഞത് ഇവർ അയ്യപ്പ സംഘം നടത്തുന്ന വിശ്വാസത്തിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഈ ഇവർ പറയുന്ന സാംസ്കാരിക നവോത്ഥാന സ്ഥലത്ത് കയറ്റിയത് ആരെയൊക്കെയാണ്? രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി, പുനലൂർ ഒരു ഹരിജന സ്ത്രീയായ മഞ്ജു, ഇവരൊക്കെ നല്ല സ്ത്രീകളാണ്. ഇവരെയൊക്കെ കയറ്റാനാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും എല്ലാം മുൻകൈയെടുത്ത് നിന്നത് എന്ന് പറയുന്നത് പോലെ 10 കാശ് എങ്ങനെ ഉണ്ടാക്കാം ആ മാർഗത്തിലേക്ക് പോകുന്ന അധപ്പതിച്ചൊരു പ്രത്യയശാസ്ത്രം. എനിക്ക് പറയാനുള്ളത്, CPMൻ്റെ മന്ത്രിമാരും നേതാക്കന്മാരും 1989 റുമേനിയയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെ അവസാനിച്ചു എന്നുകൂടെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞിട്ടേ പോകാവൂ. അല്ല, അതുകൊണ്ടാണോ പാർട്ടി വിട്ടത്? ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയോണ്ടാണോ? എന്നെ തല്ലി വിട്ടതാ, തല്ലു കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഇതാ പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് അദ്ദേഹം പറയുന്നത് 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത്, അല്ലാതെ വിശ്വാസവും ഭക്തിയൊന്നും ഇല്ലാന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ പൊറുപ്പിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്ന്. രണ്ടാമത്, ഈ ആൾക്കാരുടെ രാഷ്ട്രീയം അളക്കാൻ കഴിയുന്ന സ്കെയില് അല്ലെങ്കിൽ മീറ്റർ അദ്ദേഹത്തിന് ഉള്ളത് ഇവിടെ എൻ്റെ മേത്തൊന്ന് വെച്ച് അളന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഈ ഇത്രയും പേരോടെ. അതാണ് ചെയ്യേണ്ടത്. ഒരാൾ എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ അങ്ങേക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു അതീന്ദ്രിയ ശക്തി ഉള്ളതുപോലെ പാർട്ടിയുടെ കയ്യിൽ തീവ്രത അളക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഞാൻ പാർട്ടിയുടെ കാര്യമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ ഈ അദ്ദേഹം ഇപ്പോൾ ചോദിച്ച റൊമാനിയയിലെ കാര്യമല്ലേ? റൊമാനിയയിലെ ചെഷസ്ക്യൂ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം അന്വേഷിക്കുന്ന ആർക്കും അറിയാവുന്നതേ ഉള്ളൂ. അത് പറയാനല്ല ഞാനിവിടെ ഒന്ന് നിൽക്കുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ചെഷസ്ക്യൂവിനെ സംബന്ധിച്ച് താങ്കൾ അനിലമ്പേരോട് ചോദിച്ചാൽ, അല്ലെ ഇവിടെ നിൽക്കുന്ന ആരോടും അത്യാവശ്യം വേണ്ടവരോട് ചോദിച്ചാൽ നമ്പർ കിട്ടും, വിളിച്ചാൽ മതി. നമുക്ക് ഫോണിൽ കൂടെ ദീർഘനേരം സംസാരിക്കാം. അടുത്ത ചോദ്യം. യെസ്, നമസ്കാരം. ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ എന്നും തച്ചു തകർത്ത് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് ഭരണത്തിലേറിയ സഖാവ് പിണറായി വിജയൻ്റെ ഭരണമായിട്ടാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് സഖാവ് EMSും BSും സഖാവ് EK നയനാരുമൊക്കെ ഈ കേരളം ഭരിച്ചിരുന്നപ്പം ഹിന്ദുക്കളോടോ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളോടോ ഇങ്ങനെയുള്ള യാതൊരുവിധ ക്രൂരമായ നടപടികളും ഉണ്ടായിട്ടില്ല. ശബരിമല വിഷയത്തിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു CPMകാരിയായിരുന്ന ഞാൻ കഴിഞ്ഞ ശബരിമല വിഷയത്തോടുകൂടി CPM ഇട്ട് BJPയിൽ വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പം ഈ അയ്യപ്പ ആഗോള സംഗമത്തിൻ്റെ ഉദ്ദേശം, ഒന്ന്, ഇലക്ഷൻ വരാൻ ഇനി 6 മാസമേ ഉള്ളൂ. ഹിന്ദുക്കളായ ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു
വെറും ഒരു പ്രഹസനവും. പിന്നെ രണ്ടാമത് പൈസ മാക്സിമം എത്ര കോടികൾ ഇതിൻ്റെ പിന്നിൽ തട്ടിക്കാമോ അതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു തന്ത്രം കൂടിയാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു താങ്കൾ എല്ലാ മാസവും ശബരിമലയിൽ പോകുമെന്ന്. ഇവിടുത്തെ ഹിന്ദുക്കളായ ഭക്തജനങ്ങൾ അയ്യപ്പൻ്റെ പ്രതിഷേധവുമായിട്ട് ഈ തെരുവിൽ നാമജപവുമായിട്ട് ഇറങ്ങിയവരെ തെരുവ് നായ്ക്കളോട് ഉപമിക്കുന്നു എന്ന് ഈ സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് എല്ലാ മാസവും അമ്പലത്തിൽ പോകുന്ന താങ്കളെ പ്രതിനിധാനം ചെയ്യുന്ന താങ്കളുടെ പാർട്ടിയോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പം നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കണ്ണിൽ ഒരേപോലെ തന്നെ നാണയത്തുട്ടുകളാണ്. ഇത് അങ്ങയോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഇങ്ങനൊരു പ്രഹസനം? പല രീതിയിൽ ഒരു വിഷയത്തെ ഏതൊരു വ്യക്തിക്കും പാർട്ടിക്കും സമീപിക്കാം. ചിലർ ധിക്കാരത്തോടുകൂടി, ചിലർ പ്രതിഷേധത്തോടുകൂടി, ആക്രമോത്സുകമായ സമീപനത്തോടുകൂടി ഒക്കെ അങ്ങനെ പല വിധത്തിലാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു ശബരിമല വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഐ ആം ദ പ്രാക്ടീസിങ് ലോയർ ഇൻ ദ സുപ്രീം കോർട്ട്. മനസ്സിലായല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അനിലിനറിയാലോ, കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഭരണഘടനാ ബെഞ്ച് വയ്ക്കാൻ തീരുമാനമാകുന്നത്. കോടതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം അഭിഷേക് സിംഗ്വി സൗജന്യമായി നടത്തിയ കേസ് കേരള ദേവസ്വം ബോർഡിന് വേണ്ടിയാണ്. അതിൽ പെറ്റീഷണർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും. ആ കോടതിയിൽ അഭിഷേക് സിംഗ്വി അസിസ്റ്റ് ചെയ്ത് ഹാജരായ കുട്ടനാട്ടുകാരനായ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഈ നിയോജക മണ്ഡലത്തിൽ പഴവീട്ടിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ക്രിയാത്മകമായി ഇതിൻ്റെ അകത്ത് നിയമപരമായി ഇടപെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയുടെ പരമോന്നത ന്യായ കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച ആ കേസിന് ഹാജരായ വ്യക്തിയാണ് ഞാനും എൻ്റെ പാർട്ടിയും. അതാണ് ഒരു പോയിന്റ്. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വിഷയം മാറിപ്പോകാതിരിക്കാനാണ് പറയുന്നത്. നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ CPM അപ്പുറത്ത് ഭരിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ നെഞ്ചത്ത് കയറണമെന്ന് അഭിപ്രായമുള്ള ആളല്ല ഞാൻ. BJP ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് എല്ലാ വിഷയത്തിലും അവിടെ നെഞ്ചത്ത് കയറണമെന്ന് അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അമ്പലപ്പുഴ അമ്പലം, അതിൻ്റെ മുന്നിലാണല്ലോ, പടിഞ്ഞാറേ നടയിലാണല്ലോ ഈ ഡിബേറ്റ് നടക്കുന്നത്. ഈ നമ്മുടെ തുറവൂർ അമ്പലം മുതൽ കഴക്കൂട്ടം വരെ ദേവസ്വം ബോർഡിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ദേവസ്വം ഭൂമികൾ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുക്കുകയുണ്ടായി. ആർച്ചുകൾ പൊളിച്ചിട്ടുണ്ട്, കാണിക്ക മണ്ഡപങ്ങൾ പൊളിച്ചിട്ടുണ്ട്, കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ സർക്കാർ ഓഫീസ് പ്രവർത്തിച്ച ബിൽഡിംഗ് ഒരുപാടുണ്ട്, ദേവസ്വം ബോർഡിനെ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പൻസേഷൻ കിട്ടിയത് ദേവസ്വം ബോർഡിന് കിട്ടേണ്ടത് 130 കോടി രൂപയാണ്. നമ്മൾ വെറുതെ ചുമ്മാ ബാലിശമായ രാഷ്ട്രീയം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. 130 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ദേശീയപാത വികസനത്തിന് വിട്ടുകൊടുത്ത പണം കൈപ്പറ്റിയിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കാത്ത പാർട്ടിയാണ് കേരളത്തിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ 2024 സെപ്റ്റംബർ 3 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ പൈസ കൊടുക്കാൻ പറഞ്ഞു. അവിടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കണമെന്ന് പറഞ്ഞു. 130 കോടി രൂപ, 100 രൂപ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 3 കഴിഞ്ഞു, 2025 സെപ്റ്റംബർ 3 കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഈ 130 കോടി രൂപ ഇതുവരെ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല. ഏത് ഗവൺമെൻറ്? ഈ ഗവൺമെൻറ്. ഇവിടെ അടിസ്ഥാന സൗകര്യത്തിന് കണക്ക് എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഞാനൊരു കണക്കുമില്ല വന്നിരിക്കുന്നത്. ഞാൻ തുറന്ന ഡിബേറ്റിന് തയ്യാറാണ്. എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയിലെ ആവശ്യം എന്താ ഒരു ഭക്തനെ സംബന്ധിച്ച്? ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവിടെ പോകുന്ന ആളുകളുടെ മലമൂത്ര വിസർജ്യങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനം. ഈ വർഷം മാത്രം വെച്ചിരിക്കുന്നത് 4.5 കോടി രൂപയാണ്. എന്തിനാ? ശുചിത്വവുമായി ബന്ധപ്പെട്ട് സാനിറ്റേഷന് വേണ്ടി. 2.25 കോടി കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറ്റാണ്. 100 രൂപ കൊടുത്തിട്ടുണ്ട് ജയചന്ദ്ര ഈ ഗവൺമെൻറ്. ബാക്കി പകുതി മുടക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് ശബരിമല മാത്രമല്ലല്ലോ ക്ഷേത്രങ്ങൾ, 1253 ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ, ഇല്ലേ? എന്താ നിങ്ങൾ ഇവിടെ മാത്രം കേന്ദ്രീകരിച്ച് ഈ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? മാത്രമല്ല ദേവസ്വം ഭൂമി, ഇതെനിക്കറിയില്ല ദേവസ്വം ഭൂമിയാണോ എന്ന്. ഇങ്ങനെയുള്ള ദേവസ്വം ഭൂമികൾ സർക്കാർ ഉപയോഗിക്കുന്ന പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പണ്ട് 40 ലക്ഷം രൂപ, 48 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് അത് ഏക്കാണ്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 82 88 ലക്ഷം രൂപയാക്കി. നമ്പറിൽ ചിലപ്പോൾ മിസ്റ്റേക്കാണ്. എന്തായാലും 80-ന് മുകളിലാണ്, 90-നകത്താണ്. മനസ്സിലായോ? ഈ LDF ഗവൺമെൻറ്, ഒന്നാം LDF ഗവൺമെൻറ് ഇപ്പോൾ 10 വർഷമാകുമ്പോൾ ആണല്ലോ, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. 10 കോടി രൂപ ദേവസ്വം ബോർഡിന് പ്രതിവർഷം വാടക ഇനത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 100 രൂപ ഇന്ന് ഈ നിമിഷം വരെ കൊടുത്തിട്ടുണ്ടോ?
അപ്പം നമ്മൾ ചോദിക്കും, വികസനം എന്ന് പറയുന്നത്, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ സമീപനമാണെങ്കിൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഈ കിട്ടിയ പണം കൊടുത്ത് ദേവസ്വം ബോർഡിനെ ഉദ്ധരിക്കുകയും വേണം. അതല്ലാതെ ഏതെങ്കിലും മുതലാളിമാരെ വിളിച്ച് അവരെ മുന്നിൽ നിന്ന് തൊഴിക്കാം, പുറകിൽ നിന്ന് തൊഴിക്കാം എന്ന് പറഞ്ഞ് കാശ് മേടിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൂടെ വരാനുള്ള ഒളി വഴിയാക്കി. ഒളി വഴി അല്ല, അതൊരു നാണക്കേട് കൂടിയല്ലേ? അല്ലെന്നേ, തെരഞ്ഞെടുപ്പിന് പണം വരും, തെരഞ്ഞെടുപ്പിന് പണം വേണമല്ലോ. ആ തെരഞ്ഞെടുപ്പിന് പണം വേണമെങ്കിൽ എന്ത് ചെയ്യും? ആ തെരഞ്ഞെടുപ്പിന് പണം വരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ പ്രതിനിധികൾ വരുന്ന ആളുകളുടെ ലിസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് സെലക്ട് ചെയ്യുന്നതിലെ പരിഗണന എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറമാണ്, ആണല്ലോ, നേരിട്ടല്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്, ബയോഡാറ്റ പരിശോധിച്ചാണോ കുറിയിട്ടാണോ നിങ്ങൾ എടുത്തതെന്ന് ചോദിച്ചത്. അല്ലല്ലോ. അപ്പൊ കാശാണ് തൂക്കം. ആ കാശ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ നിക്ഷേപ സംഗമമാണ്, ഭക്തസംഗമമല്ല. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ സാമ്പത്തിക സമാഹരണത്തിന് കൂടിയാണ് അയ്യപ്പ സംഗമം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയമായും നിയമപരമായും വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത്, വിശ്വാസ സമൂഹത്തിൽ ഒപ്പം നിന്നത്, നീതിന്യായ കോടതിയിൽ പോരാട്ടം നടത്തിയത്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ശ്രീ അനിൽ ബോസ് ഉത്തരം പറഞ്ഞില്ല. കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോ ഇവിടെ നിൽക്കുന്ന 70% കോൺഗ്രസ് പങ്കെടുക്കുന്നില്ലല്ലോ. ക്രിമിനൽ കേസുണ്ട്. കോൺഗ്രസ് പങ്കെടുക്കുന്നില്ലല്ലോ. 70% പേരുടെ പേരിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. പറയുന്നില്ലെന്നേ. അല്ല, കോൺഗ്രസ് പറയുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അനിൽ നമ്പ്യാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിനോ അക്രമ സമരത്തിനോ ഇല്ല. ഞങ്ങൾ നിലപാട് പറയും, ഞങ്ങൾ പ്രതിരോധം സംഘടിപ്പിക്കും, സഭയ്ക്കകത്ത് സംസാരിക്കും, സഭയ്ക്ക് പുറത്ത് ഇതുപോലെ മുഴുവൻ വേദികളിലും ഞങ്ങൾ സംസാരിക്കും. വെരി ക്ലിയർ, എന്റെ സ്റ്റാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കോൺഗ്രസ് അവിടെ കലാപം ഉണ്ടാക്കാനും സമരം ഉണ്ടാക്കാനും ഒന്നും കോൺഗ്രസ് ഇല്ല. അക്രമ സമരം എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ അവിടെ കാവൽ നിന്നതുകൊണ്ടാണ് ബിന്ദു അമ്മണിക്ക് അവിടെ കയറാതിരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മറച്ചു വെക്കല്ലേ? നിങ്ങൾ ബിന്ദു അമ്മണി അവിടെ കയറി, സോമൻ അറിയാൻ മേലാത്തോണ്ടാ. അല്ലെന്നേ, ആര് പറഞ്ഞു? ഫാത്തിമയും ബിന്ദു അമ്മണിയെയും നമ്മള് പോലീസിന്റെ റെക്കോർഡ് നമ്മുടെ അവൈലബിൾ അല്ലേ, വീഡിയോ അവൈലബിൾ അല്ലേ? അവര് വിക്ടറി ആഘോഷിച്ചതാണ്. ഇപ്പോൾ ഈ അയ്യപ്പ സംഘത്തെ ബിന്ദു അമ്മണിയെ ഈ ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ ഗവൺമെന്റ് ഇപ്പോൾ ബിന്ദു അമ്മണിയെ അയ്യപ്പ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. നമ്മൾ സംസാരിക്കുമ്പോൾ വസ്തുതകളുടെയും കണക്കിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. രാഷ്ട്രീയം മാത്രം പറയില്ല. രാഷ്ട്രീയം മാത്രം പറയില്ല. പൊതു ചർച്ചയാണ്. നമ്മുടെ പാർട്ടിക്കാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്റെ പാർട്ടിക്കാരൊന്നും, ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്റെ പാർട്ടിക്കാരല്ല, കേൾക്കുന്നവരെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരല്ല. നമ്മൾ വസ്തുതകളുടെ പിൻബലത്തിൽ സംസാരിക്കും. നയം സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്നിട്ട് സമരം നടത്തിയവരെ, നാമം ജപിച്ചവരെ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കോൺഗ്രസിന്റെ സമീപനം തിരുത്തണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങയോടെ എല്ലാ വിനയത്തോടും ആവശ്യപ്പെടുകയാണ്. വിശ്വാസ സമൂഹത്തിന്റെ പേരിൽ ഉയർന്നു വന്ന ഒരു സ്ത്രീപ്രവേശന വിഷയത്തെ സുവർണാവസാനമായി കണ്ട ശ്രീധരൻ പിള്ളയുടെ പാർട്ടിയാണ് സോമന്റെ പാർട്ടി. അത് മറന്നുപോകരുത്. അങ്ങ് തുല്യം ചേർത്തി കൊടുക്കരുത്. പിണറായി വിജയൻ പറയുന്നതാണ്, CPM പറയുന്നതാണ്, അവിശ്വാസികൾ പറയുന്നതാണ് കേരളത്തിൽ അക്രമ സമരമുണ്ടായി എന്ന്. അങ്ങ് അത് ഏറ്റെടുക്കരുത്, അങ്ങ് തിരുത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ കീർത്തി ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ പോകുക. അവിടെ അയ്യപ്പന്റെ കാവൽക്കാരായി നിന്ന ദ്വാരപാലകന്മാരുടെ സ്വർണം പൂശിയ ആ വിഗ്രഹത്തിന്റെ മുഖപടമില്ല, അത് അടിച്ചു കൊണ്ടുപോയി. വിഗ്രഹം കൊണ്ടുപോയില്ല എന്നെന്ത് ഉറപ്പാണ്? എന്താണ് ഉറപ്പ്? ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, ശബരിമല കമ്മീഷൻ അറിഞ്ഞോ? അറിഞ്ഞില്ല. തന്ത്രിയോട് ചോദിച്ചോ? ചോദിച്ചില്ല. മേശാന്തിയോട് ചോദിച്ചോ? ചോദിച്ചില്ല. എവിടേക്ക് കൊണ്ടുപോയി? കടത്തിക്കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവരാവോ? പറ്റത്തില്ല. എന്താ സംഭവിച്ചത്? ഉരുക്കിക്കളഞ്ഞു. ഇതെന്ത് ഏർപ്പാട്? ഇതെന്താഗോള അയ്യപ്പ സംഗമത്തിലെ തയ്യാറെടുപ്പുകളാണ്? ഇത് ലോകത്തിന്റെ മുമ്പിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അയ്യപ്പനെ അപമാനിക്കുകയാണ്. ദ്വാരപാലകന്മാരെന്ന് പറയുന്നത് വിഗ്രഹത്തിന്റെ ചൈതന്യത്തിന്റെ കാവൽക്കാരാണ്. അതൊന്നും പിണറായി വിജയൻ അറിയില്ല, ഇടതുപക്ഷക്കാർക്ക് അറിയില്ല. ജയചന്ദ്രൻ സാറിന് അത് അറിയാമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല.
ഇതാണ് ഇവർ നടത്താൻ പോകുന്ന പരിഷ്കാരം. Yes. ഇതാണ് ഇവരുടെ ആഗോളതലത്തിലെ അയ്യപ്പന്റെ പ്രസക്തി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ദ്വാരപാലകന്മാരില്ലാതെയായി. കുറച്ച് കഴിയുമ്പോ നമ്മൾ തൊഴാൻ ചെല്ലുമ്പോ അവിടെ അയ്യപ്പൻ ഉണ്ടാവില്ല. അയ്യപ്പനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് വിശ്വാസികൾ ഒരുമിച്ചിറങ്ങണം. അതിനുള്ള സന്ദർഭമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം വരുന്നുണ്ട്. ശബരിമല സംരക്ഷണ സമ്മേളനം വരുന്നുണ്ട് 22-ാം തീയതി. അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ പന്തളം രാജാവിന്റെ സാന്നിധ്യത്തിൽ അങ്ങ് പന്തളത്ത് നടക്കും. അതിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ? കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ചെന്നു. ദേവസ്വം പ്രസിഡന്റ് ചെന്നപ്പോൾ എന്താ സംഭവിച്ചേ? പ്രതിപക്ഷ നേതാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വരെ ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല ഈ അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 2019 ചില കാര്യങ്ങൾ കിട്ടി. അതുപോലെ ഇത്തവണയും നേടാമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കാപട്യമാണ്. നിങ്ങൾക്കതിനകത്ത് ചില അജണ്ടകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കില്ല. ഇല്ല എന്നുള്ളത് സത്യമാണ്. അനിൽ ബോസ് വിശ്വാസിയായിരിക്കും, പക്ഷെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പലതും അങ്ങേക്ക് പറയാൻ സാധിക്കത്തില്ല എന്നുള്ള പരിമിതിയുണ്ട്. Yes. ഇത് തട്ടിപ്പാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടും.